അമ്മേ, ചേച്ചിയെയും കൂട്ടി ഞാൻ ഇപ്പോൾ വരാം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശ്രീനാഥ് അമ്മ ശ്രീജയോട് പറഞ്ഞ അവസാന വാക്കുകളായിരുന്നു അത്. ആ വാക്കിലൊരു മകന്റെ ഉത്തരവാദിത്വവും ചേച്ചിയോടുള്ള സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മക്കളെ കാത്തിരുന്ന തന്റെ മുന്നിലേക്ക് രണ്ട് വിറങ്ങലിച്ച ശരീരങ്ങളായിരിക്കും എത്താൻ പോകുന്നതെന്ന് ആ അമ്മ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ഒരമ്മയെ തീരാവേദനയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ശ്രീനാഥും ശ്രീലക്ഷ്മിയും വിട പറഞ്ഞിരിക്കുകയാണ്. മക്കളെക്കുറിച്ച് പറയുമ്പോൾ ആ അമ്മയ്ക്ക് സങ്കടം താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുൻപാണ് ഇവരുടെ ഭർത്താവായ സന്തോഷ് രോഗബാധയെ തുടർന്ന് മരണപ്പെടുന്നത്. അന്ന് ആ അമ്മ തളർന്നുപോയപ്പോൾ താങ്ങായി നിന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ ഈ 2 മക്കളായിരുന്നു. അച്ഛന്റെ മരണശേഷമാണ് 2 പേരും മെലിഞ്ഞു പോയത് എന്നാണ് ശ്രീജ പറഞ്ഞത്. അച്ഛന്റെ പുന്നാര കുട്ടികളായിരുന്നു 2 പേരും. അവർക്കും അച്ഛൻ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ശീലം 2 മക്കൾക്കുമുണ്ടായിരുന്നു. ഇപ്പോഴും അവർ അച്ഛന്റെ ഇരുവശത്തുമായി ഉറങ്ങുകയാണെന്ന് പറയുമ്പോൾ ശ്രീജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്നെ മാത്രം ഈ വീട്ടിൽ തനിച്ചാക്കി എന്തിനാ അവരെല്ലാം പോയത്? ഒരാളെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് കണ്ടെങ്കിലും ജീവിക്കാമായിരുന്നല്ലോ എന്ന് ചങ്ക് തകർന്ന വേദനയോടെയാണ് ശ്രീജ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കടപ്പാട്ടൂർ ബൈപ്പാസിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് മരണപ്പെട്ട ചേനപ്പാടി നാഗമറ്റത്തിൽ ശ്രീലക്ഷ്മിയുടെയും സഹോദരൻ ശ്രീനാഥിന്റെയും മൃതദേഹങ്ങൾ ഇവരുടെ പിതാവായ സന്തോഷിന്റെ മൃതദേഹം അടക്കിയതിന് ഇരുവശത്തുമായാണ് ചിതയൊരുക്കി ദഹിപ്പിച്ചത്. ശ്രീലക്ഷ്മിയുടെ വിവാഹം വരുന്ന ഏപ്രിൽ 2-നാണ് നടത്താനായി തീരുമാനിച്ചിരുന്നത്. അതിനെക്കുറിച്ചും ശ്രീജ വിങ്ങലോടെ പറയുന്നുണ്ടായിരുന്നു. ചേച്ചി, ശ്രീലക്ഷ്മിയുടെ കല്യാണത്തെക്കുറിച്ച് എന്തെല്ലാം ആലോചനകളായിരുന്നു എൻ്റെ മകന്. കല്യാണ ചെറുക്കനും അവനും കൂടിയായിരുന്നു കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത്. മുല്ലപ്പൂ പന്തലിൽ അമ്മയുടെയും കൂട്ടുകാരുടെയും കൈകൊട്ടിക്കളി ഉണ്ടാകും. അത് കഴിഞ്ഞ് അവന്റെ കൂട്ടുകാരൊക്കെ ചേർന്ന് ഡാൻസ് ചെയ്ത് ശ്രീലക്ഷ്മിയെ സ്റ്റേജിലേക്ക് എത്തിക്കും. അങ്ങനെയൊക്കെ അവൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാം പോയില്ലേ എന്നും ശ്രീജ പറയുന്നു. വണ്ടിയിടിച്ചവർ സാമാന്യ മര്യാദയ്ക്കെങ്കിലും ഒന്ന് വിളിക്കേണ്ടതായിരുന്നു. ഡ്രൈവറെ ഉൾപ്പെടെ ഇതിനകം മാറ്റിയെന്നാണ് അറിയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ദൂരേക്ക് തെറിച്ചു വീണ ശ്രീലക്ഷ്മിയെ ആദ്യം ആരും കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ. നിറഞ്ഞ കണ്ണുകളോടെ ശ്രീലക്ഷ്മിയുടെ പ്രതിശ്രുത വരനായ യുവാവ് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. കൊച്ചിയിൽ IT സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ശ്രീലക്ഷ്മി. ശ്രീനാഥിന് 2 മാസങ്ങൾക്ക് മുൻപായിരുന്നു MRFൽ ജോലി ലഭിക്കുന്നത്. ബന്ധുവിന്റെ വിവാഹത്തിനായി അവധിക്കെത്തിയ ശ്രീലക്ഷ്മിയെ പാലായിലെത്തി ശ്രീനാഥ് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അപകടം നടക്കുന്നത്. ശ്രീനാഥ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്രീലക്ഷ്മി ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് മരണപ്പെടുന്നത്. അച്ഛന്റെ മരണത്തോടെ വലിയ പ്രതിസന്ധിയിലായ ആ വീട് 2 മക്കളും ജോലി നേടിയാണ് തിരികെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനിടയിലാണ് ആ വീട്ടിൽ വീണ്ടും ദുരന്തം വിളയാടിയത്.